കൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ ആഖിറത്തിലും ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ലേ? എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഇതിന്റെ താഴെ പോയി മാഷാ അല്ലയും ഇൻഷാ അല്ലയും അൽഹംദുലില്ലയൊക്കെ കമന്റ് ചെയ്യുന്നവരാ. നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടോ മനുഷ്യരെ? മാഷാ അല്ല എവിടെയാ പറയേണ്ടത്? ഹറാമായി ഒന്ന് കാണുമ്പോൾ അത് മാഷാ അല്ല പറയാ, അൽഹംദുലില്ല എവിടെയാ പറയേണ്ടത്? അതായത് ഇപ്പൊ ഈ മറ്റേതുണ്ടല്ലോ, കല്യാണത്തിന് മുമ്പ് സേവ് ദ ഡേറ്റിന്റെ വീഡിയോ, ആ പ്രൊമോ വീഡിയോ ഒക്കെ ഇറക്കും. രണ്ടുപേരും ഇങ്ങനെ നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല, അവളിങ്ങനെ ചെക്കനും പെണ്ണും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക, കല്യാണത്തിന്റെ ഡേറ്റ് വരും. അപ്പൊ അതിന്റെ അടിയിൽ ബറക്കല്ലാഹു ലക്കും ഹൈ മാഷാ അല്ലാ. പച്ചയായി രണ്ട് മനുഷ്യരിന്ന് വ്യഭിചരിക്കണത് കാണുമ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ. അള്ളാനെ കളിയാക്കല, അനുഭവിക്കാണ്ട് നമ്മൾ പോകൂല. അള്ളാനെ കളിയാക്കല. അത് മാഷാ അല്ലാ എവിടെ നിന്നും ഇൻഷാ അല്ലാ എവിടെ പറയണം? ഹൈറല്ലാത്ത ഹലാലല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ മനഃപൂർവ്വം പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് വരെ നമ്മൾ പോകാൻ കാരണമാണത്. ഹറാമായ ഒന്നിനു മേൽ മാഷാ അല്ലാ ഇൻഷാ അല്ലാ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാനെ പരിഹസിക്കലാണത്. ആ ഒരു ഉദ്ദേശം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥയാണ്. ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരിക്കും. ചിലപ്പോൾ ഈ കാണുന്ന പേക്കൂത്തുകളൊക്കെ എല്ലാ സിനിമാ ഡയലോഗും അതുപോലെ തന്നെ ഈ ഹറാമായ കാര്യങ്ങളും ചിലപ്പോൾ കിസ്സിങ് വരെ നടക്കും കല്യാണത്തിന് മുമ്പ്. ഇതൊക്കെ വീഡിയോയിലുണ്ടാവും. എന്നാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാണിക്യമലരായ പൂവി, ഓ ആ പാട്ട് കേട്ടിട്ട് അല്ലോ ഖദീജ ബീവി മുത്തുനബി, ഏത് ഈ കാണുന്നത് മാഷാ അല്ലാ. ഓ കണ്ണുകിട്ടാണ്ടിരിക്കട്ടെ മക്കളെ, മാഷാ അല്ലാ. ചില ആളുകൾ കമന്റ് ചെയ്യാൻ എന്തൊരു മോശമാണ്. യാ അല്ലാ, നിങ്ങൾ ചിന്തിച്ചോക്ക്. അപ്പൊ ഇത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. കല്യാണത്തിന്റെ പേരിലുള്ള പേക്കൂത്താകട്ടെ, അതുപോലെ ഈ സേവ് ദ ഡേറ്റിന്റെ പേരിലുള്ള, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ കല്യാണം ഉറപ്പിച്ചു വെച്ചത് കൊണ്ടോ നിശ്ചയം നടത്തിയത് കൊണ്ടോ ഭാര്യയും ഭർത്താവും ആവണില്ല. നിങ്ങൾക്ക് ഒരു വിഷയവും പരിധി വിട്ട് സംസാരിക്കാനുള്ളൊരു റൈറ്റും ഇല്ല, അവിടെ തൊടാനുള്ള റൈറ്റ് ഇല്ല. ഇസ്ലാമിലാണ്, മുസ്ലിം ആണെങ്കിൽ മാത്രം കേട്ടോ, അല്ലാത്തവരോട് ഞാൻ പറയണില്ല. എപ്പോഴും പറയാം, നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. അത് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളിലേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ഞാൻ ഈ പറയുന്നത്. ജീവിതത്തിൽ ആ തുടക്കകാലത്തുള്ള ആ ഒരു ചിരിയും കളിയൊക്കെ ഉണ്ടല്ലോ, ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് അങ്ങ് വരുമ്പോൾ ബാപ്പായും ഉമ്മായി ഇങ്ങനെ നോക്കി നിൽക്കാം, മക്കളുടെ ജീവിതം എന്തെങ്ങനെ. അന്ന് മക്കള് കല്യാണത്തിന്റെ പേരിൽ പേക്കൂത്ത് നടത്തിയപ്പോൾ, അന്യാണുങ്ങളും പെണ്ണുങ്ങളും സ്റ്റേജിൽ കയറി നിന്ന് തുള്ളിയപ്പോൾ, കൂട്ടുകാരനും കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് എല്ലാ അലമ്പും തോന്നിവാസവും അള്ളാന്റെ ഹബീബിന്റെ സുന്നത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടിയപ്പോൾ കാമാ പറയാൻ ബാപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം എന്നല്ലേ? നിങ്ങളല്ലേ ഇതിന്റെ ഉത്തരവാദികൾ? എല്ലാ കുഞ്ഞും നല്ല പ്രകൃതിയിൽ ജനിക്കുമ്പോൾ അവരെ തെമ്മാടികളും താന്തോന്നികളുമാക്കുന്നത് ബാപ്പയും ഉമ്മയും. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട്, ഈ ഹിജാബൊന്നും ഇല്ലാതെ കുറെ ആൾക്കാർ ഇങ്ങനെ കൂത്തുകൾ കാണിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന കുറെ ആൾക്കാർ, ഇത്താ തട്ടനിട്ടൂടെ? തട്ടനിട്ടിപ്പോൾ എന്ത് ഹലാലാവോ? അപ്പോൾ അവർ പറയും, ഞാനും അള്ളായും തമ്മിലായിക്കോളാം, നിങ്ങൾ അള്ളായും തമ്മിലായിക്കോ. ഇതൊക്കെ എല്ലാവരുടെയും വാദമാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ ഈ വിഷയം പറയുന്നത് നിങ്ങൾ അള്ളായും തമ്മിലായിക്കോ, അല്ലാതെ ഇപ്പം ഞങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും പറ്റൂലല്ലോ, ഉപദേശിക്കാനല്ലാതെ. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ഈ തല മുഴുവൻ മറക്കുക, ജിൽബാബ് ഇടുക, അതുപോലെ തന്നെ നിഖാബ് ധരിക്കുക, ഇതൊക്കെ നമ്മുടെ അടയാളമായിട്ട് ഖുർആൻ പറയണം, ഐഡന്റിറ്റിയാണ്. ഈ തലയിൽ ഇങ്ങനെ ഇച്ചിരി ഇവിടെ ഇങ്ങനെ ഒരു ഷാള് ക്രിസ്ത്യാനികൾ വള്ളി പോകുമ്പോൾ ഇടുന്ന പോലെ ഇടാനൊന്നുമല്ല. ഒരു മുടി പോലും പുറത്ത് കാണാതെ തലമറക്കണം. അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഇത് അള്ളാഹു നിർബന്ധമായി ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. എത്ര പേര് ചെയ്യുന്നുണ്ട്? ഇത് എത്ര ആണുങ്ങൾ കാണുന്നുണ്ട്? ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നരകത്തിൽ പോകാനുള്ള ഒരു വിഷയം പറയുമ്പോൾ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തനബിതങ്ങൾ കണ്ടതല്ലേ നരകത്തിൽ തലമറക്കാത്തതിന്റെ പേരിൽ കിടന്ന് അതിയായ യാതന അനുഭവിക്കുന്ന സ്ത്രീകൾ. നമ്മളായിരിക്കുമോ അത്? മുത്തനബിതങ്ങൾ കാലേ കൂട്ടി നടക്കാൻ പോകുന്ന കാര്യം അവിടെ കണ്ടത്. അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻഹും, പടച്ചോനെ ഞങ്ങൾ അതിൽ നീ പെടുത്തല്ലേ അല്ലാഹ്. കൽബറിഞ്ഞു ദ്വാരുന്ന് തൗബ ചെയ്യട്ടോ സഹോദരങ്ങളെ, അള്ളാഹു നന്നാക്കി തരട്ടെ. മെക്കാലെ പ്രഭു ഇവിടുന്ന് ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി വെച്ചൊരു കാര്യമുണ്ട്, we may educate our subjects so they may demand our institutions whenever the day comes it will be the proudest day of our history. അവർ പോകാൻ നേരത്ത് പറഞ്ഞെന്താ, ഈ നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് കിട്ടുന്നൊരു നേട്ടം നമുക്ക് എന്താണെന്നറിയോ? നമ്മളും ഇവരും തമ്മിൽ ഈ കറുപ്പ് വെളുപ്പിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ സംസ്കാരം അവരുടെ സംസ്കാരമായി മാറും. ബ്രിട്ടീഷുകാർ പറഞ്ഞു വെച്ച കാര്യമാണിത്. ഇസ്ലാമിനെ തകർക്കാൻ എന്ത് മതി? സിമ്പിളാണ്. അവരുടെ സംസ്കാരം നമ്മുടെ സംസ്കാരമായി മാറുന്നേ. ഇപ്പൊ നമുക്ക് ഇച്ചിരി സ്കേർട്ട് ഇട്ടാൽ അവരൊത്ത് മറക്കാതെ നടന്നാൽ അതിനിപ്പോ എന്താ? അവിടെ ഇസ്ലാം എന്ത് പറയുന്നു എന്നുള്ളതൊരു വിഷയമല്ല അല്ലേ? ഒരു സ്ത്രീയുടെ അവറത്ത് എത്രയാണ്, ഒരു പുരുഷന്റെ അവറത്ത് എത്രയാണ്? ഇതൊക്കെ ഈ അവറത്തൊക്കെ വെളിവാക്കി നടക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഒന്ന് പാടാപ്പാടുന്നു, ഇതൊക്കെ ഇപ്പൊ ലോകത്ത് നടക്കാത്ത കാര്യമാണ്.
ഇസ്ലാം എന്തു പറയുന്നു എന്നൊരു ചർച്ച പോലും ഇല്ലാത്ത കാലം വരും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അപ്പോൾ നമ്മൾ ഇന്ന് അടിമകളായി പോയിട്ടുണ്ട്. ഞാൻ പറയട്ടെ നിങ്ങളൊന്ന് യൂറോപ്പിലേക്ക് നോക്ക്. അല്ലാമ ഇക്ബാൽ പാടി വെച്ചില്ലേ, ഇസ്ലാം കി ഫിത്രത്ത് മേ ഖുദ്റത്ത് ന ലചക് ജി ഹേ യെ ഇത്നാ ഹി ഉബറേഗാ ജിतना है दबाओगे जहां में अहले ईमान सूरत खुर्शीद जीते हैं इधर डूबे उधर निकले उधर डूबे इधर निकले. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയ മതമാണ്. ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും, അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും. ഇന്ന് നമ്മൾ യൂറോപ്യൻസ് ഒക്കെ വലിച്ചെറിഞ്ഞ ചപ്പ് ചവറ് എടുത്തിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അവർ അള്ളാഹുവിന്റെ യഥാർത്ഥ പാതയത്തിലേക്ക് വരികയാണ്. സായിപ്പന്മാരായ മുസ്ലിങ്ങൾ, നല്ല ഫോറിനേഴ്സായ മുസ്ലിംകൾ, അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, അള്ളാന്റെ മതത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുക. നമ്മളോ മതത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. അള്ളാഹു വെറുതെ വിടില്ല കേട്ടോ എൻ്റെ പ്രിയ മുസ്ലിം സമൂഹമേ. നമുക്ക് ചില ബൗണ്ടറീസ് ഒക്കെ ഉണ്ട്. ഏതൊക്കെ നിയമങ്ങൾ, എന്തെല്ലാം പേക്കൂത്തുകൾക്ക് നമുക്ക് അനുവാദം തന്നാലും നമ്മൾ മുസ്ലിങ്ങളാണ്. നമ്മൾ അള്ളാഹു റബ്ബുൽ ആലമീൻ വെച്ചിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറം നമ്മൾ പോകാൻ പാടില്ല, മുസ്ലിം ആണെങ്കിൽ മാത്രം. അപ്പോൾ ഈ യൂട്യൂബിൽ തോന്നിവാസങ്ങൾ കാണിക്കുന്നവർ, സ്വന്തം ഭാര്യയെ കൊണ്ടുവന്ന് ഔറത്തടക്കം പ്രദർശിപ്പിക്കുന്നവർ, പേക്കൂത്തുകൾ കാണിക്കുന്നവർ, തുള്ളിക്കളിപ്പിക്കുന്നവർ, മക്കളെ ദയൂസുകളിൽ പെട്ടുപോകരുത്. സ്വർഗത്തിന്റെ ഗന്ധം പോലും പരിമളം പോലും അവർക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് പോട്ടെ. ഇത് ചർച്ച ചെയ്യപ്പെടണം. മുസ്ലിം ഉമ്മത്ത് ചർച്ച ചെയ്യണം. അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ഈ കല്യാണ പേക്കൂത്തുകളിലൊക്കെ മഹല്ലുകൾ കൃത്യമായ നടപടിയെടുക്കണം. പടക്കം പൊട്ടിച്ചും പേക്കൂത്തുകൾ നടത്തിയും അങ്ങനെ മലീമസമാക്കാനുള്ളതല്ല, അതൊരു സുന്നത്താണ്. അന്നിക്കാഹു മിൻ സുന്നത്തി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബി തങ്ങളുടെ സുന്നത്തായ